ബഹുമാന്യരെ, ഞാൻ കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി, ഒരു ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത ഹെഡ് മാസ്റ്ററാണ്. 60 വർഷമായി പ്രൊഫഷണൽ നാടകരംഗത്ത് നാടകം എഴുതി എൻ്റെ ട്രൂപ്പായ കൊല്ലം അശ്വതി ഭാവന അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാടകം അക്കരെ പെയ്ത മഴ. അതിനോടൊപ്പമാണ് നമ്മുടെ ബഹുമാന്യനായ പ്രസാദ് പറഞ്ഞതുപോലെ കൊറോണ കാലത്ത് നാടക കലാകാരന്മാരെ രക്ഷിക്കാനായി, അവർക്ക് ഉന്മേഷം കൊടുക്കാനായി ഒരു സിനിമ ഞങ്ങൾ നിർമ്മിച്ചു. OTT കൊണ്ട് യൂട്യൂബിൽ ഇപ്പോൾ കിടപ്പുണ്ട്. നല്ല അഭിപ്രായമാണ് വന്നിരിക്കുന്നത്. പിന്നെ എനിക്കൊരു ആഗ്രഹമുണ്ടായി, നാടകരംഗത്ത് വിട്ട് ഒരു സിനിമയോടെ ചെയ്താലെന്തെന്ന്. അതിൻ്റെ ബഡ്ജറ്റ് അദ്ദേഹത്തിൻ്റെ എനിക്ക് പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്തത്. കാരണം ഞാനും എൻ്റെ വൈഫും സർക്കാർ ജീവനക്കാരായിരുന്നു. പെൻഷൻ മാത്രമേ ഞങ്ങളുടെ വരവുള്ളൂ. ആ വരവിൽ ഒരാളുടെ പെൻഷൻ നാടകശാല എന്ന് പറയുന്ന ഒരു ചാരിറ്റി സൊസൈറ്റി 6 വർഷമായി നടത്തിക്കൊണ്ടുവരുന്നു. അതൊരു മാഗസിൻ പ്രകാശിപ്പിക്കുന്നു. 50 പേർക്ക് പ്രതിമാസം ഭക്ഷ്യക്കിറ്റ് കൊടുക്കുന്നു കലാകാരന്മാർക്ക്. അങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന നാടകശാല എന്ന് പറയുന്ന ആ കാരുണ്യ പ്രസ്ഥാനം നിർമ്മിച്ച ഒരു ചിത്രമാണ് കാലം പറഞ്ഞ കഥ സിറ്റി ട്രാഫിക്. അത് ഒരു സിനിമയ്ക്ക് വേണ്ടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോഴത്തെ 100 കോടിയും 500 കോടിയും ഒന്നും ചെലവഴിച്ച് നമ്മളെപ്പോലുള്ള ഒരു കൊച്ചു നിർമ്മാതാവിന് ഒരു സിനിമ നിർവഹിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല. ഒക്കുന്ന കാര്യം വെച്ച് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ കഥാപാത്രങ്ങൾക്ക് യോജിച്ച ആളുകളെ കൊണ്ടുവന്ന് അത് അഭിനയിപ്പിച്ച് അത് രംഗത്ത് എത്താറായിരിക്കുകയാണ്. അജാസും ഡോക്ടർ സാന്ദ്രയും സുരേഷും എൽസോ സുരേഷും ഒക്കെ ഇതിനകത്ത് നല്ലതുപോലെ ബിഹേവ് ചെയ്തുകൊണ്ട് ഒരു നിശാസാരംഗം. ഈ പാട്ടുകളാണ് ഞാൻ നോക്കിയപ്പോൾ ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ്സ്. ഒരു വലിയ സിനിമ കാണുന്ന പ്രതീതി ഇതിൻ്റെ പാട്ട് രംഗത്ത് നമുക്ക് ഉൾക്കൊള്ളിക്കുവാൻ, അത് ഷൂട്ട് ചെയ്തെടുക്കുവാൻ പ്രിയപ്പെട്ട സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സിനിമയ്ക്ക് വേണ്ടുന്ന ഏതെല്ലാം കാര്യങ്ങൾ ഇത് വേണമോ കണ്ടുകൊണ്ടിരിക്കാൻ 2 മണിക്കൂർ 10 മിനിറ്റുള്ള ഈ സിനിമയ്ക്കകത്ത് ചേർക്കാൻ കഴിയുമോ അതെല്ലാം ഞങ്ങൾ ചേർത്തിട്ടുണ്ട്. എന്ന് വിചാരിച്ച് ഇതൊരു വലിയ മഹാസംഭവമായ സിനിമയാണെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. ഞാൻ അധ്യാപകനായും നേരത്തെ മുതൽ തന്നെ മയക്കുമരുന്നിനും മദ്യത്തിനുമെതിരെ പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് ലഘുനാടകങ്ങളും ഒറ്റയാൾ നാടകങ്ങളും തെരുവ് നാടകങ്ങളും കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ട് ഒരു സന്ദേശം സമൂഹത്തിന് കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ആ സന്ദേശത്തിൽ ഞങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. അതിന് ഞങ്ങൾ പശ്ചാത്തലമാക്കിയത് ഒരു ഏതാനും കുടുംബങ്ങളെയാണ്, കുടുംബ കഥകളെയാണ്. എങ്ങനെ കുടുംബങ്ങൾ താറുമാറാകുന്നു, എങ്ങനെ യുവജനങ്ങൾ വഴിതെറ്റിപ്പോകുന്നു, എങ്ങനെ അവരൊക്കെ നമുക്ക് നേരിട്ട് കൊണ്ടുവരാം, അതിനുള്ള റെമഡി എന്താണ്, അതാണ് ഞങ്ങൾ സമൂഹത്തിന് ഇട്ട് കൊടുക്കുന്ന ഒരു ചോദ്യം. ആ ചോദ്യം ഒരുവിധം മനസ്സുഖത്തോട് തന്നെ ഈ സിനിമ ആദ്യാവസാനം കാണുവാൻ കഴിയും എന്ന് ഒരുപാട് സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുന്ന, ഒരുപാട് സിനിമയെ സ്നേഹിക്കുന്ന എനിക്ക് പറയാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി വേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ ഈ ഈ കൊച്ചു സിനിമയെ പ്രൊമോട്ട് ചെയ്യുക. സാധാരണ പോലുള്ള ഒരു സിനിമ അല്ലിത്, ഒരു സമൂഹത്തിന് വേണ്ടി എടുത്ത ഒരു സിനിമയാണ്. എല്ലാവരും ഇതാണ് പറയുന്നത്, സിനിമാക്കാരില്ല. പക്ഷെ എന്നിരുന്നാലും എൻ്റെ ഒരു വാക്ക് വിശ്വസിക്കുക. ഈ സംവിധായകൻ്റെ ആ നല്ല സംവിധാനത്തെ നിങ്ങൾ അംഗീകരിക്കുക. ഇതിനകത്തെ കലാകാരന്മാരെ അംഗീകരിച്ചുകൊണ്ട് ഈ സിനിമ കാണണം. അതിനകത്ത് ഒരു കാരണം നിങ്ങൾക്ക് പിന്തിരിഞ്ഞ് നോക്കിയാൽ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് കാണാം. അദ്ദേഹം വീൽ ചെയറിലാണ്, 2 കാലുമില്ല. ആ മനുഷ്യൻ ഈ സിനിമയിലെ ഒരു വില്ലനാണ്, കാലില്ലാത്ത വില്ലൻ. ആ വില്ലനെ അവതരിപ്പിക്കുവാൻ എനിക്ക് ഭാഗ്യം സൃഷ്ടിച്ചു. അതാണ് എൻ്റെ അബ്ബാ മോഹൻ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ, ഏറ്റവും വലിയ ഫോട്ടോഗ്രാഫർ, കാരുണ്യ പ്രവർത്തകൻ. അങ്ങനെയുള്ള ചില കൊച്ചു നന്മകൾ ചെയ്യുവാൻ എനിക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ എനിക്കൊരു നല്ല നായികയെ ഇതിലൂടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. ഇതാണ് എനിക്കുള്ള സംതൃപ്തി. നിങ്ങൾ സിനിമ കാണണം. ഇതാണ് എൻ്റെ അഭ്യർത്ഥന. നന്ദി, നമസ്കാരം.